14 വർഷത്തെ വനവാസം പൂർത്തിയാക്കി പ്രഭു ശ്രീരാമനും മാതാ സീതയും ലക്ഷ്മണനും അയോധ്യയിൽ തിരിച്ചെത്തി. നാട് മുഴുവൻ ആഘോഷ തിമിർപ്പിലാണ്. എന്നാൽ കൊട്ടാരത്തിലെത്തിയ പ്രഭു ശ്രീരാമൻ ആദ്യം ശ്രദ്ധിച്ചത് തന്റെ പ്രിയപ്പെട്ട അനുജൻ ലക്ഷ്മണനെയാണ്. വനവാസ കാലം മുഴുവൻ ജ്യേഷ്ഠനും ജ്യേഷ്ഠ പത്നിക്കും കാവൽ നിൽക്കാനായി ഉറക്കത്തെ ഉപേക്ഷിച്ചവനാണ് ലക്ഷ്മണൻ. പ്രഭു ശ്രീരാമൻ വാത്സല്യത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, 14 വർഷം നീ എനിക്ക് വേണ്ടി ഉറക്കം ഉപേക്ഷിച്ച് സേവനം ചെയ്തു. എന്നാൽ നിനക്ക് വേണ്ടി നിന്റെ വിഹിതം ഉറക്കം മുഴുവൻ ഏറ്റുവാങ്ങി ഈ അന്തപുരത്തിനുള്ളിൽ കഴിയുന്ന ഒരാളുണ്ട്, ഊർമിള. എന്റെ സേവനം നീ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ പോയി ധർമ്മപത്നിയായ ഊർമിളയെ ആ ഘോര നിദ്രയിൽ നിന്നും ഉണർത്തു. ഇത് കേട്ടുനിന്ന ശ്രുതകീർത്തിക്ക് ഒരു സംശയമുണ്ടായി. സ്വാമി, ഇത്രയും കാലം ഉറങ്ങിക്കിടന്ന ഊർമിളയെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണർത്തുക? അതിനുള്ള മറുപടിയായി പ്രഭു ശ്രീരാമൻ നിദ്രയുടെ 4 അവസ്ഥകളെ കുറിച്ച് അവൾക്ക് വിവരിച്ചു കൊടുത്തു. ശ്രുതകീർത്തി, നിദ്രയുടെ 4 അവസ്ഥകൾ: അധ്വാനം, ലഹരി, മോഹം, ദുഃഖം. ഇതിൽ അധ്വാനം, കഠിനമായ ജോലികൾ ചെയ്ത് ക്ഷീണിച്ചുറങ്ങുന്നവർ സൂര്യൻ ഉദിക്കുമ്പോൾ സ്വാഭാവികമായി ഉണരും. എന്നാൽ ലഹരി, മദ്യമോ ലഹരിയോ മൂലം ഉറങ്ങുന്നവർ ആ ലഹരിയുടെ കെട്ട് വിടുമ്പോൾ തന്നെ ഉണരും. അടുത്തത് മോഹമാണ്. അറിവല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കുമ്പോൾ ഈ ഉറക്കം അവസാനിക്കും. അവസാനത്തേത് ദുഃഖം മൂലമുള്ള ഉറക്കം. കഠിനമായ ദുഃഖം കൊണ്ട് ഉറങ്ങിപ്പോകുന്നവർ പലപ്പോഴും മരണത്തിലൂടെ മാത്രമേ അതിൽ നിന്നും മോചിതരാകൂ. പ്രഭു ശ്രീരാമന്റെ ഈ മറുപടി കേട്ട ശ്രുതകീർത്തി ഒന്ന് ഭയന്നു. ഭർത്താവിനെ പിരിഞ്ഞ ദുഃഖത്തിലാണല്ലോ ഊർമിള ഉറങ്ങുന്നത്. തന്റെ സഹോദരിക്ക് എന്തെങ്കിലും ആപത്ത് വന്നിരിക്കുമോ? പക്ഷേ ലക്ഷ്മണൻ ഒട്ടും വൈകാതെ ഊർമിളയുടെ അരികിലെത്തി. 14 വർഷമായി അനക്കമില്ലാതെ ഉറങ്ങുന്ന തന്റെ പ്രിയതമയെ അദ്ദേഹം വാത്സല്യത്തോടെ വിളിച്ചു. ആ വിളി കേട്ടതും അത്ഭുതകരമെന്നോണം ഊർമിള ഞെട്ടിയുണർന്നു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഊർമിള പരിഭ്രമത്തോടെ ലക്ഷ്മണനെ നോക്കി ചോദിച്ചു, സ്വാമി, അങ്ങ് വനത്തിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ ഉള്ളൂ? ഞാൻ യാത്രയാക്കാൻ വൈകിയോ? 14 വർഷങ്ങൾ കടന്നുപോയത് ആ പാവം ഊർമിള അറിഞ്ഞിരുന്നില്ല. ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആ നിമിഷത്തിലാണ് താൻ ഉറങ്ങിപ്പോയതെന്ന് അവർ കരുതി. ഊർമിളയുടെ നിഷ്കളങ്കമായ സ്നേഹം കണ്ട ലക്ഷ്മണൻ വികാരഭരിതനായി പറഞ്ഞു, ഊർമിളെ, നീ ഉറങ്ങിയിട്ട് ഇപ്പോൾ 14 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വനത്തിൽ എനിക്ക് വിശക്കാതിരിക്കാനും ക്ഷീണം തോന്നാതിരിക്കാനും കാരണം നീയാണ്. വനത്തിൽ നാം കഴിക്കേണ്ട ഭക്ഷണം വായുരൂപത്തിൽ നിനക്കാണ് ലഭിച്ചിരുന്നത്. ഞാൻ ഉറങ്ങേണ്ടിരുന്ന ഉറക്കമാണ് നീ അനുഭവിച്ചത്. നിന്റെ ഈ വലിയ ത്യാഗം കൊണ്ടാണ് എനിക്ക് ജ്യേഷ്ഠനെ സേവിക്കാൻ കഴിഞ്ഞിരുന്നത്. നമ്മൾ രണ്ടുപേരും ശരിക്കും ഒന്നു തന്നെയാണെന്ന് നീ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു ഊർമിളെ. ഈ കഥ നമ്മളോട് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര പൂരകങ്ങളാണെന്ന സത്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഊർമിളയും ലക്ഷ്മണനും.